പ്രധാനപ്പെട്ട അധികാരി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് അവർക്ക് ഒരു രോഗം വന്നു. ആ രോഗം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ലോകാവസാനം എത്താനായി എന്നത് നമുക്ക് എന്താണ്ടാക്കുക യാഥാർത്ഥ്യം. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞ ഇത്തരം പഠനങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇത്തരം പഠനങ്ങൾ ഇപ്പോൾ കാസിമിയുടെ പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് പേടി കൂടുകയാണ്. കാസിമിയുടെ പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് പേടി കൂടുകയാണ്. പേടിപ്പിക്കുക പറഞ്ഞാൽ ഞാൻ പേടിപ്പിക്കൽ രണ്ട് ജാതിയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഞാനീ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമാണ്. പിന്നെ പേടിയിൽ ഒരാൾ പുറകോട്ടൊന്നും പോവില്ല. ഇപ്പൊ ഏറ്റവും പേടി ഖബർ കാണുമ്പോഴത്തേന് നിങ്ങൾ ആരെയും കരിയില്ല എങ്കിൽ ഖബർ കാണുമ്പോൾ കരയുന്ന മനുഷ്യൻ്റെ കാലത്താണ് യൂറോപ്പിൽ ഇസ്ലാം എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും വേണ്ട, മരിക്കാനായി നടന്നിരിക്കണ്ടേ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടത്. ഇതിൻ്റെ ഒരാളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറാണ് പേടിയാ. എടുക്കണ പണി യൂറോപ്പിലാണ്. അപ്പം മനുഷ്യൻ പേടി വന്നാൽ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ തയ്യാറാവും. ഭയം ആവശ്യമാണല്ലോ. എനിക്ക് അറിയുന്നൊരു സംഭവം വളരെ അറിയുന്നൊരു സംഭവം. പാണക്കാട് പള്ളിയുടെ ആ പോയക്കത്തെ ജമാഅത്ത് പള്ളിയുടെ പ്രധാനപ്പെട്ട അധികാരി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് അവർക്ക് ഒരു രോഗം വന്നു. ആ രോഗം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ കാലത്ത് പള്ളിപ്പണി നടക്കുക. അപ്പോൾ ആ പള്ളിപ്പണിയിൽ തങ്ങൾ ചെയ്ത സേവനം വളരെ വലുതാണ്. തങ്ങൾക്കൊരു വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മരണത്തിന് മുമ്പ് പള്ളിപ്പണി പൂർത്തിയാണ്. ഈ ഭയം കൊണ്ട് ഈ മനുഷ്യൻ വീട്ടിൽ പോയി കിടക്കയത് അല്ല. ആ മനുഷ്യൻ എന്ത് അധികരിച്ചു? ഇത് സത്യമല്ലേ? സത്യമാണ്. എനിക്കത് അറിയാം. എന്നൊക്കെ തങ്ങളോട് വലിയ ബന്ധമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. തങ്ങൾക്ക് സുഖമില്ല, അത് വലിയ രോഗമാണെന്ന് തങ്ങൾക്കറിയാം. പക്ഷെ തങ്ങൾ എന്താ അവിടെ ചെയ്തത്? ഇപ്പം ഇതിൽ പേടി ഉണ്ടല്ലോ. ഒരാൾക്ക് വലിയ ഒരു രോഗം വന്നാൽ അയാൾക്ക് അതറിയുകയും ചെയ്താൽ അയാൾക്ക് പേടി ഉണ്ടാവില്ലേ? ഈ പേടി ആ മനുഷ്യനെ കടന്നുറങ്ങാനാണോ പ്രേരിപ്പിച്ചത്? അല്ല. പകരം എന്താണ്? എൻ്റെ ഡ്യൂട്ടി പൂർത്തിയായിട്ടില്ല. ആയിരക്കണക്കായ ആളുകൾക്ക് അള്ളാഹുവിനെ കുമ്പിടാൻ സൗകര്യമായി ഒരുക്കിയിട്ട് വേണം എനിക്ക് മരിക്കാൻ. അപ്പം ഒരു മനുഷ്യന് ഭയം അധികരിച്ച് യഥാർത്ഥ ഭയം ഓത്താമ്പി പേടിയല്ല, അതിലും ഒരു ഉപകാരമുണ്ട്. ഇത് യഥാർത്ഥ സത്യമാണ്. നമ്മളീ വിശദീകരിക്കുന്നത് ആഖിർ സമാനിൽ പുണ്യ റസൂൽ പറഞ്ഞതാണ്. ഇതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് എന്താണ്? യാഥാർത്ഥ്യ ബോധം. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. വേഗം എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണം. ഞാൻ മരിക്കാനായിട്ടുണ്ട്. നാളെ നീ മരിക്കുമെന്ന് ചിന്തിച്ച് അമൽ ചെയ്യണം. നാളെ നീ മരിക്കും. ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ അന്നക്കത്തെ മുത്തുകൊതൻ, നിന്റെ വീക്ഷണത്തിൽ നീ നാളെ മരിക്കുമെന്നാകണം. റസൂൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നാളെ മരിക്കും, നാളെ ലോകാവസാനം എത്താനായി എന്നത് നമുക്ക് എന്താണ്ടാക്കുക യാഥാർത്ഥ്യ ബോധം. അപ്പൊ ആ മനുഷ്യന്മാരെ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റൂല. ഓൻ 10 സാധുക്കളെ സഹായിക്കും, ബാക്കിയുള്ള നേരം ദിക്റിലും ഓന് നിസ്കരിക്കുന്നൊരു ഇഖ്ലാസ് ഉണ്ടാവും. അപ്പോൾ സംഘടനകൾക്ക് വല്ലാതെ വട്ടത്തെ തിരിക്കാവനെ കിട്ടൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യനെ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന യാഥാർത്ഥ്യ ബോർഡാണ്. ഈ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഏറ്റവും ഇതൊക്കെ ഉണ്ടായിട്ടേ മറ്റേ ഉണ്ടാണ്ടുള്ളൂ. ഒന്നാമത്തത് എന്താണ്? നാളേക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കുക. കാരണം ലോകം എന്തായി? അവസാനിക്കാനായി.